ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സോഫ്റ്റും ടേസ്റ്റിയുമായ ഒരു നല്ല നാടൻ അരിയുണ്ട ആയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴുകി വൃത്തിയാക്കിയ 1.5 കപ്പ് കുത്തരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊരു ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഈ അരി കഴുകി വൃത്തിയാക്കിയ ശേഷം 3/4 മണിക്കൂറെങ്കിലും വെള്ളം വാലാനായിട്ട് വെക്കേണ്ടതാണ്. അരി കഴുകിയ ഉടനെ ചീനച്ചട്ടിയിലിട്ടാൽ അത് നന്നായിട്ട് പൊട്ടി വരില്ല. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഈ അരി വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അതിനൊരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പൊടിച്ച ശർക്കരയും 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ട് ശർക്കര നല്ലതുപോലെ ഉരുകിയ ശേഷം ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്ത് വെള്ളം ഒന്ന് ചെറുതായി വറ്റുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അരി പൊടിച്ചതും ചേർത്ത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിച്ച അരി മുഴുവനും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല, കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിൽ നിന്നും ചെറിയ ഓരോരോ ബോളുകളാക്കി ഉരുട്ടിയെടുത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൊടിയിൽ നന്നായിട്ട് പൊതിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഇത് മുഴുവനും നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. കണ്ടോ, ഇത് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ ഒരു 4 മണി പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ അരിയുണ്ടയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.